ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി 2-3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ STD 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. അതായത് പുറത്തു നിന്നുള്ള ഒരു പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. രാജു ഈസ് എ ഫാർമർ. രാജു ഒരു കർഷകനാണ്. ഫാർമർ എന്ന് വെച്ചാൽ കർഷകനാണ്. ഹി ലീവ്സ് ഇൻ എ വില്ലേജ്. അവന് ജീവിക്കുന്നത് എവിടെയാണ്? ഒരു വില്ലേജിലാണ്, ഒരു ഗ്രാമത്തിലാണ്. രാജു ഗ്രോസ് വീറ്റ്, റൈസ് ആൻഡ് വെജിറ്റബിൾസ്. രാജു എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? വീറ്റ്, ഗോതമ്പ്, റൈസ്, അരി ആൻഡ് വെജിറ്റബിൾസ്, കൂടാതെ പച്ചക്കറികളും. ഹി ഹാസ് എ കൗ ദാറ്റ് ഗീവ്സ് ഹിം മിൽക്ക്. അവനൊരു പശു ഉണ്ട്. ആ പശു എന്ത് ചെയ്യുന്നു? രാജുവിന് പാല് കൊടുക്കുന്നു. രാജു സെൽസ് ദ മിൽക്ക് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ മാർക്കറ്റ്. രാജു ആ പാലും അതുപോലെ വെജിറ്റബിൾസും എവിടെ പോയി വിൽക്കും? മാർക്കറ്റിൽ പോയി വിൽക്കും. ഹി യൂസസ് ദ മണി ടു ബൈ സീഡ്സ്, ടൂൾസ് ആൻഡ് ക്ലോത്ത്സ് ഫോർ ഹിസ് ഫാമിലി. അദ്ദേഹം എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം എന്തിനൊക്കെയാണ് ചെലവഴിക്കുന്നത്? ടു ബൈ സീഡ്സ്, വിത്തുകൾ വാങ്ങാൻ, ടൂൾസ്, ഉപകരണങ്ങൾ വാങ്ങാൻ, ആൻഡ് ക്ലോത്ത്സ്, കൂടാതെ വസ്ത്രങ്ങൾ വാങ്ങാനും വേണ്ടിയിട്ട്, ഫോർ ഹിസ് ഫാമിലി, കുടുംബത്തിന് വേണ്ടിയിട്ട് ഇക്കാര്യങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ് രാജു അതിൽ നിന്ന് കിട്ടുന്ന പണം വിനിയോഗിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. Question 1. വാട്ട് ഈസ് രാജുസ് ഒക്യുപ്പേഷൻ? രാജുവിൻ്റെ ഒക്യുപ്പേഷൻ എന്താണ്? ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജോലി അല്ലെങ്കിൽ തൊഴിൽ എന്താണ്? രാജു ഈസ് എ ഫാർമർ. രാജു ഒരു കർഷകനാണ്. സോ ഫാമിംഗ് ആണ് രാജുവിൻ്റെ ഒക്യുപ്പേഷൻ. രാജു ഈസ് എ ഫാർമർ എന്ന് എഴുതിയാൽ മതി കേട്ടോ. Question 2. വേർ ഡസ് രാജു ലീവ്? രാജു എവിടെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്? ഹി ലീവ്സ് ഇൻ എ വില്ലേജ്. അവിടെ തന്നെ തന്നിട്ടുണ്ട്. ഹി ലീവ്സ് ഇൻ എ വില്ലേജ്. ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. Question 3. വാട്ട് ഡസ് രാജു ഗ്രോ ഇൻ ഹിസ് ഫാം? രാജു അവൻ്റെ ഫാമിൽ, തോട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വളർത്തുന്നത്? ഹി ഗ്രോസ് വീറ്റ്, റൈസ് ആൻഡ് വെജിറ്റബിൾസ്. അത് നമുക്ക് ഈ പോർഷനിൽ തന്നെ തന്നിട്ടുണ്ട്. ഹി ഗ്രോസ് വീറ്റ്, റൈസ് ആൻഡ് വെജിറ്റബിൾസ്. Question 4. വാട്ട് ഡസ് രാജുസ് കൗ ഗീവ് ഹിം? രാജുവിൻ്റെ പശു രാജുവിന് എന്താണ് നൽകുന്നത്? ദ കൗ ഗീവ്സ് ഹിം മിൽക്ക്. പാലാണല്ലേ. Question 5. വാട്ട് ഡസ് രാജു സെൽ ഇൻ ദ മാർക്കറ്റ്? രാജു മാർക്കറ്റിൽ പോയിട്ട് എന്തൊക്കെയാണ് സെൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ് വിൽക്കുന്നത്? ഹി സെൽ ദ മിൽക്ക് ആൻഡ് ദ വെജിറ്റബിൾസ്. പാലും അതുപോലെ വളർത്തിയുണ്ടാക്കുന്ന പച്ചക്കറികളുമാണ് രാജു മാർക്കറ്റിൽ പോയിട്ട് സെൽ ചെയ്യുന്നത്. ആക്ടിവിറ്റി 2. സഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. സഷ അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. ആരാ കവിത? അവർ സ്ട്രീറ്റിൽ കണ്ട ഒരു പെൺകുട്ടിയാണ് അല്ലേ. അപ്പോൾ ആ കവിതയെക്കുറിച്ച് അനു ടീച്ചറോട് സഷ പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ ടീച്ചർ. സഷയും അനു ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ വരാം മക്കളെ? സഷ: ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ടീച്ചർ, ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടു. ടീച്ചർ: എ ഗേൾ? വിച്ച് ഗേൾ? പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? സഷ: എ പുവർ ഗേൾ, ഒരു പാവം പെൺകുട്ടി. ഐ സോ ഹർ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്ലാസ് ദിസ് മോർണിംഗ് ടു. നമ്മുടെ ക്ലാസ്സിലെ മുന്നിൽ വെച്ചും ഞാൻ ആ പെൺകുട്ടിയെ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ടീച്ചർ: വാട്ട് ഈസ് ഹർ പ്രോബ്ലം? എന്താ കുട്ടിയുടെ പ്രശ്നം? സഷ: ഷീ ഹാസ് ഗുഡ് ഇൻട്രസ്റ്റ് ഇൻ കമ്മിങ് ടു സ്കൂൾ ആൻഡ് സ്റ്റഡിങ്. അവൾക്ക് സ്കൂളിലേക്ക് വരാനും പഠിക്കാനും നല്ല ആഗ്രഹമുണ്ട്. ബട്ട് ദേ ആർ ഫിനാൻഷ്യലി അണേബിൾ ടു ഡു സോ. പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ടീച്ചർ: ഡോണ്ട് വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ. നീ പേടിക്കണ്ട, നമ്മളുടെ ഹെഡ് മാസ്റ്റർ ഇന്നിവിടെ സ്ഥലത്തില്ല. ലെറ്റ് മീ കോൺടാക്ട് ഹിം. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. അതായത് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. സഷ: ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പം ഇങ്ങനെ ആയിരിക്കും അല്ലേ ആ കോൺവെർസേഷൻ വരുന്നത്. ആക്ടിവിറ്റി 3. റൈറ്റ് ദ റെസിപ്പി ഓഫ് വൺ ഓഫ് യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തെക്കുറിച്ച് അതിൻ്റെ റെസിപ്പി എഴുതണം. അതായത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി എന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ. നമ്മൾ സലഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ. കുറച്ച് പച്ചയ്ക്ക് കഴിക്കാൻ പാകത്തിലുള്ള, അതായത് പച്ചയ്ക്ക് കഴിക്കാവുന്ന, വേവിച്ച് കഴിക്കാതെ പച്ചയ്ക്ക് കഴിക്കാവുന്ന കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക. വാഷ് ദം, അത് നന്നായിട്ട് കഴുകുക. പിൽ ദ സ്കിൻ ഇഫ് നീഡഡ്, അതിൻ്റെ തൊലി കളയണമെങ്കിൽ കളയുക. ചോപ്പ് ദം ഇൻ ടു പീസസ്, കഷ്ണങ്ങളായിട്ട് അരിയുക. പുട്ട് ദം ഇൻ ടു എ ബൗൾ, ഒരു ബൗളിലേക്ക് ഇടുക. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ, കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇടുക. ദ സലഡ് ഈസ് റെഡി. അത്രയേ ഉള്ളൂ, നമ്മളുടെ സലഡ് റെഡിയായി. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ഫുഡ് ഐറ്റംസിൻ്റെ ഒരു റെസിപ്പി ജസ്റ്റ് പഠിച്ചു പോവുക. ഒരു മോഡൽ എക്സാം അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക. എന്തെങ്കിലും ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. Activity 4. Sasha offered an unniyapam to the girl, but the girl ran away without accepting it. What would be Sasha's feeling? സഷ ആ പെൺകുട്ടിക്ക്, കവിത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ണിയപ്പം കൊടുത്തല്ലോ. അപ്പോൾ ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ ആ കുട്ടി അത് വാങ്ങിക്കാതെ ഓടിപ്പോയി അല്ലേ. ആ സമയത്ത് സഷയ്ക്കുണ്ടായിട്ടുള്ള ഫീലിങ്സ്, സഷയുടെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും? വൈ ഡിഡ്ന്റ് ദ ഗേൾ ടേക്ക് ദ ഉണ്ണിയപ്പം? ആ പെൺകുട്ടി എന്താണ് ഉണ്ണിയപ്പം വാങ്ങാതിരുന്നത്? ഡിഡ് ഐ സേ സംതിങ് റോങ്? ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? വാസ് ഷീ നോട്ട് ഹംഗ്രി? അവൾക്ക് വിശക്കുന്നില്ലേ? ദെൻ വൈ ഡിഡ് ഷീ കം ഹിയർ? പിന്നെ എന്തിനാണ് അവൾ ഇങ്ങോട്ട് വന്നത്? ഷീ ലുക്സ് ലൈക്ക് എ പൂവൾ. അവളെ കണ്ടാൽ തന്നെ ഒരു പാവം പെൺകുട്ടിയാണെന്ന് തോന്നും. ഹെർ ഡ്രസ് ഈസ് ടോൺ. അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്. വൈസ് ഹെർ ഹെയർ ഷാബി? എന്തുകൊണ്ടാണ് അവളുടെ മുടി ഇങ്ങനെ പാറി പറന്നിരിക്കുന്നത്? ഡിഡ്ന്റ് ഹെർ മദർ കോംബ് ഹെർ ഹെയർ? അവളുടെ അമ്മ അവളുടെ മുടിയൊന്നും ചീകി കൊടുക്കാറില്ലേ? വൈ ഇസ് ഇൻ ഷീ അറ്റ് സ്കൂൾ നൗ? അവൾ എന്തിനാ അപ്പോൾ സ്കൂളിലേക്ക് വന്നത്? ഐ വണ്ടർ വേർ ഷീ ലീവ്സ്. അവൾ എവിടെയായിരിക്കും താമസിക്കുന്നത്? പൂവകൾ, പാവം പെൺകുട്ടി. ഐ ഫീൽ സോറി ഫോർ ഹെർ. എനിക്ക് അത് അവളെ ആലോചിച്ചിട്ട് പാവം തോന്നുന്നു, അല്ലെങ്കിൽ സങ്കടം തോന്നുന്നു. ആക്ടിവിറ്റി 5. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. റൈറ്റ് ദം ഇൻ കറക്റ്റ് ഓർഡർ. നമുക്ക് കഥയിലെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. ഹെഡ് മാസ്റ്റർ സഷയെയും നവീനെയും കൺഗ്രാജുലേറ്റ് ചെയ്തു. 2. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. സഷയും നവീനും കൂടി കവിതയെ കാണാനായിട്ട് പോയി. 3. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. കവിത അവളുടെ ചെറിയ അനിയനെ ക്രാഡിൽ ചെയ്യുകയായിരുന്നു, തൊട്ടിലാട്ടുകയായിരുന്നു. 4. നവീൻ നോട്ടീസ് ദ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീന് ജനലിനടുത്തൊരു പെൺകുട്ടിയെ കണ്ടു. 5. സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സഷ കവിതയ്ക്കൊരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. ഇതെങ്ങനെയാണ് കറക്റ്റ് ഓർഡറിൽ എഴുതുക? ആദ്യം വരുന്നത് നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീൻ ഒരു പെൺകുട്ടിയെ ജനവാതിലിനടുത്ത് കണ്ടു. 2. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. സഷയും നവീനും കവിതയെ കാണാനായിട്ട് പോയി. 3. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. കവിത കുട്ടിയെ തൊട്ടിലാട്ടുകയായിരുന്നു, അനിയനെ തൊട്ടിലാട്ടുകയായിരുന്നു. 4. സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സഷ കവിതയ്ക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. 5. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. ഹെഡ് മാസ്റ്റർ സഷയെയും നവീനെയും കൺഗ്രാജുലേറ്റ് ചെയ്തു. അപ്പോൾ മക്കളെ, ഇത്തരത്തിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വരാം. അതായത് തോട്ട്സ്, അതുപോലെ റീഅറേഞ്ച്മെൻറ്റ്സ്, പിന്നെ ഏതെങ്കിലും ഒരു റെസിപ്പിനെ കുറിച്ച് എഴുതുക, പിന്നെ അതുപോലെ റീഡിങ് കോംപ്രഹെൻഷൻ, എഡിറ്റിംഗ്, ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി മറ്റ് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോസ് കൂടെ കണ്ടു നോക്കുക. നമ്മൾ തുടർന്നും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോഡൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്